പരിശുദ്ധ അമ്മയെ നേരിട്ട് കാണാനും അമ്മയോട് സംസാരിക്കാനും അമ്മയുടെ സാമീപ്യത്തിലായിരിക്കാനുമൊക്കെ നമുക്കെല്ലാം വലിയ ആഗ്രഹമല്ലേ? അമ്മ നമ്മുടെ അടുക്കൽ വരുമോ? ഒരിക്കൽ ഉണ്ണിയേശുവുമായി പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന ഒരു അനുഭവമാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഒരിക്കൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു കൊച്ചു ബാലനും അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. വളരെ ദരിദ്രരായ അവർ ഉപജീവനം നേടിയിരുന്നത് അവരുടെ കന്നുകാലികളെ വളർത്തി അവരുടെ പാലും തൈരും ഒക്കെ വിറ്റായിരുന്നു. ഒരു ദിവസം പാലും തൈരും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഈ ബാലൻ പോകുന്ന വഴിക്ക് ഒരു അമ്മയും കുഞ്ഞും അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ കുഞ്ഞിന് കൊടുക്കാനായി അല്പം പാല് തരുമോ എന്ന്. മറ്റൊരു ഉടമസ്ഥന് കൊടുക്കാനുള്ളതാണെങ്കിലും ആ പാത്രം തുറന്ന് അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഈ കുഞ്ഞിന് ഈ ബാലൻ കൊടുത്തു. അതിനുശേഷം പാല് കൊടുക്കാനുള്ള ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് അവൻ പാൽപാത്രവുമായി ഓടിയെത്തി. വൈകിയതിൽ അവൻ ക്ഷമ ചോദിച്ചു. അല്പം പാല് ഇങ്ങനെ ചോദിച്ചു വന്ന ഒരു കുഞ്ഞിന് കൊടുത്തു എന്നും അവൻ ആ വീട്ടുടമസ്ഥനോട് പറഞ്ഞു. പക്ഷേ പാൽപാത്രം തുറന്നു നോക്കിയപ്പോൾ അവനും വീട്ടുടമസ്ഥനും അമ്പരന്നു പോയി. കാരണം ആ പാൽപാത്രം നിറഞ്ഞു കവിഞ്ഞ് പാലിരിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ആ വന്ന് പാല് ചോദിച്ച അമ്മയും കുഞ്ഞും അത് സാധാരണപ്പെട്ട സ്ത്രീകൾ ആരുമല്ല, അത് പരിശുദ്ധ അമ്മയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇത് സംഭവം നടന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മറ്റൊരു ബാലൻ ഇതുപോലെ തൈര് വിൽക്കുന്നതിനായി ഒരു വേനൽക്കാലത്ത് ഇറങ്ങി ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു. അവന് കാലിന് മുടന്തുള്ളതുകൊണ്ട് നടക്കാൻ നന്നായി വിഷമിച്ചിരുന്നു. കാലിന് വേദനയും ഉണ്ടായിരുന്നു. അവൻ ക്ഷീണിച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് തൈര് വിൽക്കുന്ന സമയത്ത് വളരെ ക്ഷീണിതരായ ഒരു അമ്മയും കുഞ്ഞും അവിടെ എത്തി. ആ സ്ത്രീ ഈ ബാലനോട് ചോദിച്ചു, ഈ കുഞ്ഞിന് കൊടുക്കാൻ അല്പം തൈര് തരുമോ? അവൻ ആ അമ്മയെയും കുഞ്ഞിനെയും നോക്കിയിട്ട് സന്തോഷത്തോടെ അവൻ തൈര് എടുത്തു കൊടുത്തു. ആ സമയത്ത് ആ അമ്മ അവനോട് പറഞ്ഞു, നീ നാഗപട്ടണത്തിലേക്ക് ചെന്ന് അവിടെ ഒരു കത്തോലിക്ക പുരുഷനെ കാണും. അദ്ദേഹത്തോട് പറയുക, എൻ്റെ നാമത്തിൽ അവിടെ ഒരു പള്ളി പണിയണമെന്ന്. ഇത് കേട്ടപ്പോൾ അവന് ആകെ അത്ഭുതം തോന്നി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുടന്തുണ്ടായിരുന്ന അവൻ്റെ കാല് നിവർന്ന് സുഖപ്പെട്ടു. വലിയ അത്ഭുതം സംഭവിച്ചു. അവൻ നാഗപട്ടണത്തേക്ക് ഓടി ഈ കാര്യം അമ്മ പറഞ്ഞതുപോലെ കത്തോലിക്ക പുരുഷനോട് പറഞ്ഞ് അവിടെ ഒരു ചാപ്പൽ പണിതു. മുടന്തുള്ള ആ ബാലനെ സൗഖ്യപ്പെടുത്തി പരിശുദ്ധ അമ്മ അന്നു മുതൽ ആരോഗ്യമാത എന്നറിയപ്പെട്ടു. വേളാങ്കണ്ണിയിൽ നിർമ്മിക്കപ്പെട്ട ആ ദേവാലയമാണ് അന്നും ഇന്നും നമുക്ക് വലിയ ഒരു അനുഗ്രഹമായി നിലകൊള്ളുന്നത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ വരും. എളിയ മക്കളിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, കഷ്ടതയിൽ ദൈവത്തിലേക്ക് ഉറ്റുനോക്കുന്നവരിലേക്ക് നാം ചോദിക്കുന്ന ഒരു പൂവിനു പകരം ഒരു പൂന്തോട്ടമായി, ഒരു അല്പം പാലിനോ തൈരിനോ പകരം ഒരു പാലാഴിയായി അമ്മ വരും. നമ്മുടെ കൂടെ എന്നും ആയിരിക്കാൻ നമുക്ക് സ്വന്തം അമ്മയായി.